സംഘർഷഭരിതമായി പശ്ചിമേഷ്യ. ഇസ്രയേലിനെതിരെ തിരിച്ചടിച്ച് ഇറാൻ. ടെലവീവിൽ സ്ഫോടനങ്ങൾ തുടരുകയാണ്. ഇറാന്റെ പുതിയ മിലിറ്ററി കമാൻഡറെ വധിച്ചതായിട്ട് ഇസ്രയേൽ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ആദിൽ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ആദിൽ, അങ്ങനെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്. ഇറാന്റെ പുതിയ മിലിറ്ററി കമാൻഡറെ വധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നു. എന്താണ് നിലവിലൊരു സാഹചര്യം എന്ന് പറയുന്നത് ആദിൽ? നിലവിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ടെഹ്റാനെ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടിച്ചതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഉഗ്രസ്ഫോടനങ്ങൾ, ടെല്ലവീവിലടക്കം ഉഗ്രസ്ഫോടനങ്ങളുടെ ശബ്ദങ്ങൾ ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ കണക്കുകളൊന്നും നിലവിൽ വന്നിട്ടില്ല. എന്നിരുന്നാൽ കൂടെയും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള വലിയ ആക്രമണത്തിൽ, അതായത് ഇസ്രായേൽ ഇറാൻ്റെ മേൽ നടത്തിയിട്ടുള്ള വലിയ ആക്രമണത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ജനറൽ അലി ഷദ്മാനി കൊലയപ്പെട്ടു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസം മുമ്പാണ്, അതായത് ഗുലാം അലി റാഷിദിനെ ഇസ്രായേൽ വധിച്ചതിന് ശേഷം പുതിയതായിട്ട് ചാർജ് എടുത്തിട്ടുള്ള ജനറലാണ് അലി ഷദ്മാനി. അദ്ദേഹത്തെയും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർത്തു അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത G7 ഉച്ചകോടി നടക്കുന്ന ഒരു ഘട്ടത്തിൽ G7 രാഷ്ട്രങ്ങൾ, നമുക്കറിയാം ജപ്പാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ആണവ ആക്രമണങ്ങളെ എതിർക്കാനായിട്ടുള്ള വലിയ താല്പര്യവുമായി മുന്നോട്ട് വന്നിട്ടുള്ള ജപ്പാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളുന്ന G7 ഉച്ചകോടിക്കകത്ത് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കിയെന്നുള്ള വാർത്തകൾ. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.